സോണി കമ്പനിയുടെ ഏറ്റവും പുതിയ 65 ഇഞ്ച് ടി വി ആണ്. S25 Mark II ആണ്. ഇത് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഡെമോയും ഫുൾ അതിൻ്റെ ക്ലാരിറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും. S2M2 65 ഇഞ്ചാണ് നമ്മുടെ സോണി. ഇതുണ്ട്, ഇവിടം വരെ ഉണ്ട്, ഇവിടം വരെ പൊക്കമാണ്. ഇത് ഇത്രയും ഹൈറ്റ് ഉണ്ട്, 65 ഇഞ്ച്. ഇത് നമ്മുടെ വണ്ടിയെ കയറുമോ നോക്കട്ടെ, ഡെമോ ചെയ്യാൻ പോവാണ്. ഡെമോ ചെയ്യാൻ കൊണ്ടുവന്ന് കയറുന്ന കാര്യം സംശയമാണ്, അല്ലെങ്കിൽ വല്ല പെട്ടി ഓട്ടോറിക്ഷയും വിളിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അല്പം കൂട്ടി വണ്ടി കഴിഞ്ഞു. đang ngồi đúng không? ഡ്രൈവർ ഒരു അല്പം സീറ്റ് മുമ്പോട്ട് കയറ്റിയിട്ടാൽ മതി, അവിടം വരെ പോയാൽ പോരാ. ഡിക്കി അടയണമെന്നില്ല, ചാച്ചിട്ടാൽ മതി. തള്ളാം. അപ്പൊ എനിക്കും ഇരിക്കാം. വേണേ ഇച്ചിരി കൂടി ഭാഗത്ത് കയറ്റി വെക്കുവാണെങ്കിൽ പടിയയിലേക്ക് കയറ്റി വെച്ചാൽ മതി. പടിയുടെ താഴെയാ. ശരിയാ. ഇരിക്കാം. അത് മതി. അമക്കണ്ട, സാരമില്ല. ഞാൻ വക്കയിലിരുന്നോളാം. സീറ്റ് ബെൽറ്റ് എടുത്താൽ മതി. സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ അല്ലേ അവിടെ? മതി, അത് മതി. കയറ്റി വെച്ചാൽ കുറച്ചും കൂടി പുറകോട്ട് പോകും. ഇപ്പം നമ്മൾ അകത്ത് ചാടിച്ചിട്ടേക്കോ, കണ്ടോ? ഇത് ഇവിടം വരെ വരും. ഓക്കെ, പിന്നെ അങ്ങനെ അറിയത്തില്ലെങ്കിൽ എനിക്കറിയാം. ബായോ ബാ, അത് പിന്നെ ചെയ്യാം. കീ എന്തേ? ലോക്ക് ഇടാൻ പറ്റില്ല. തന്നെ വീഴല്ല, സൂക്ഷിച്ച്. മഴ പെയ്തേ തെറ്റല് കാണും, സൂക്ഷിച്ച്. അപ്പൊ മേശപ്പുറത്ത് വെക്കാൻ പോവാണ്. തെറ്റിയ വെക്കണ്ട.
വളർത്താൻ പറ്റുമായിരിക്കും അത്ര ഭാഗത്ത്. ഇരുപത്തഞ്ചാം വയസ്സ് അങ്ങോട്ട് എടുത്തിട്ട് നീ മേച്ചെടുത്ത് ഒരു തട്ടുവം ചെയ്ത് എത്ര താല്പര്യം പറയും. ഇതുപോലെ കുറേ കുട്ടികൾ അതെ, ആദ്യം വന്ന മോഡലായിട്ട് അതിന്റെ ഐറ്റം ക്രിയേറ്റ് ചെയ്തൊന്ന് ബില്ലടിക്കാൻ ബുദ്ധിമുട്ടില്ല. അത് താമസം ഞാനിവിടെ നിന്നോളാം. ഇരുന്ന് ഞങ്ങൾ അടച്ചു പോരാൻ പറ്റും. ആ പിന്നെ അങ്ങോട്ട് പോകുന്നത് പോരാതെ ഇറങ്ങിയപ്പോ ഒരു കസ്റ്റമർ വന്നു. ആ അത് പിന്നെ അത് വീഡിയോ കാണാൻ എനിക്ക് നിങ്ങളെ പറ്റിയോ ഞങ്ങളെ ഇരിക്കണങ്ങാരാ. എനിക്കോ ആ സീറോട്ടില്ല. ആ ഞാൻ വളർന്നു വിട്ടു. കുഴപ്പമില്ല. അവിടുത്തെ സ്കൂളുകളിലൊക്കെ ആയിരുന്നു. ആ ശരി പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട്. ആ ശരി അവരുടെയൊക്കെ എന്റെ കൂടെ ഭക്തന്മാർ സജീവോ അങ്ങനെ കുറെ പേരുണ്ട്. ആ അതുകൊണ്ട് ഈ സ്ഥലം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ നേരത്തെ ഒരു മോഡലായിരുന്നു അതല്ലേ അങ്ങോട്ട് അറിയാം. താനേത് ബാങ്കിന്റെ വർക്ക് ചെയ്യുന്നത്? കേരള ബാങ്ക്. ആ ഞാൻ അവിടെ വന്നപ്പോ ഒരാൾ ചോദിച്ചു കേരള ബാങ്കാണോ എന്ന് പറഞ്ഞില്ല. നേരെ ഇവര് കയറി പോകണം. ആ വഴി ഈ കഴിഞ്ഞ മാസം ആ കേറി ഉടനെയാണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞല്ല, കുറച്ച് അല്ല പോകണം കുറച്ചങ്ങനെ കയറി പോകുന്നു. ആ പിന്നെ ഞാൻ നോക്കിയപ്പോ നല്ല കോൺക്രീറ്റ് ചെയ്തല്ല സൂപ്പർ വഴി കയറി കയറി അത് ഇങ്ങനെ കിടക്കുന്ന വഴിയാണ്. ഇങ്ങനെ വണ്ടി കേറി വരായിരുന്നു അവിടെ വെട്ടി വന്നേ ആ. കോൺക്രീറ്റ് ചെയ്തതാ ആ ചില പാടാ ഇനി പെട്രോൾ വണ്ടിയും കൊണ്ട് കയറാൻ പാടാം. പെട്രോൾ വണ്ടി കയറി ഈ വണ്ടി എവിടെ ഈ ഞണ്ട് പിടിക്കുന്ന പോലെ കയറും. ആ ആ കഴിഞ്ഞ ദിവസം കണ്ടില്ല ആലപ്പാറ കയറി അതുപോലെ ഇത് കയറും. സ്പോർട്സ് മോഡിലോട്ട് കിട്ടാൻ നമുക്ക് പിന്നെ പുറകോട്ട് പോരുകയെന്ന് പറയുന്ന ഒരു വിഷയം ഇതിലില്ല. പിന്നെ ഇതിന്റെ വെലോസിറ്റി കറക്റ്റാ. ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ബാറ്ററി ഇങ്ങനെ അനുസരിക്കുന്നതുകൊണ്ട് ഇന്നലത്തെ വെയിറ്റ് കൂടുതൽ വെയിറ്റ് കുറവില്ല. 4 ടയറിന് ഒരേ വെലോസിറ്റി ഒരത്തോട് തെന്നിപ്പോകാം. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ വളരെ കൂളായിട്ട് തന്നെ കൊണ്ടേ കയറി ഇറങ്ങി വന്നു. ഈ വണ്ടി തന്നെയാണോ മറ്റേ ഈ വണ്ടിയല്ല ഇതിന്റെ കാരിയറാണ് അത് കയറി. ആ കയറും കയറും. ഓടിക്കുന്നവർക്ക് മനസ്സിലാവും. ആൾക്കാർ ഒരു കയറ്റം കയറുമോ ഇതൊന്നുമില്ല. ഇത് സ്പോർട്സ് മോഡിലോട്ട് ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ട് വരുന്ന തൊട്ട് പോകും കൊണ്ടു. നല്ല വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഞാൻ മേടിച്ചു. വില മാത്രം ഇച്ചിരി കൂടാന്നുള്ളൂ. ഇത് ഓടിച്ചാൽ പിന്നെ മറ്റേ വണ്ടി നമ്മൾ ഓടിക്കും. ഓടിച്ചിട്ടേ എനിക്കൊരു വെണ്ട ഉണ്ടായിരുന്നു. വെണ്ട ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നു. അതിന് പെട്രോൾ ചെയ്യാൻ ചാകാറ്. ഭയങ്കര സർവീസ് കോഴ്സ് 25,000 രൂപ വരും സർവീസ് ചെയ്ത്. പിന്നെ വണ്ടിയൊക്കെ സുഖ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. വർഷത്തിൽ ഒരു സർവീസ് ഒക്കെ ഉള്ളൂ. എല്ലാം ഓക്കെ. അത് മറിച്ചിട്ടിട്ട് അതിന്റെ മണ്ടയിലോട്ട് മറിക്കാൻ. അങ്ങനെ മാത്രമല്ല ഇപ്പൊ ഈ സോളാർ വെച്ചിരിക്കുന്നതുകൊണ്ട് പൈസയുണ്ട്. ആ സോളാർ
സ്റ്റെബിലൈസറാണ് സ്റ്റെബിലൈസർ ഇല്ലാന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെബിലൈസർ കഴിഞ്ഞ ദിവസം ഇവിടെ 330 വോൾട്ടാണ് കയറി വന്നത്. ഇവിടെ ഫ്രിഡ്ജ് അടിച്ച് പോവുകയും ചെയ്തു. ഫ്രിഡ്ജിൽ സ്റ്റെബിലൈസർ ഇല്ല. സ്റ്റെബിലൈസർ ഉണ്ട്, അത് പൊട്ടിപ്പോയി, എന്റെ അടിയെല്ലാം പൊട്ടി പോകഞ്ഞ്. ഇതിപ്പോ ഫ്രിഡ്ജും കംപ്ലൈന്റ്. ഡബിൾ പ്രൈസ് വന്നു. അത് ഇവിടെ കമ്പി വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഓൾറെഡി വിളിച്ചിട്ടുവാണ്. അന്നേരം ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ സാറ് ഡബിൾ പ്രൈസ് ആണ്, ലിങ്ക് പോയതാണ്. എനിക്ക് 3 പ്രൈസ് ഉണ്ട്, ലിങ്ക് പോയതാണ്. ഒരെണ്ണത്തിന് 440, ഒരെണ്ണം ഞാൻ മറ്റേ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം 440, ഒരെണ്ണം 230, ഒരെണ്ണത്തെ 150 വാങ്ങും. നിങ്ങളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു വോൾട്ടേജ് കൂടുതലാണ്? ഇവൻ എന്നോട് ചോദിക്കുക. ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്, എൻ്റെ വീട്ടിൽ അറിയാവുന്ന സംവിധാനമൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നാട്ടുകാരുടെ സാധനം മുഴുവൻ പോകുമ്പോൾ അവൻ എന്നെ പഠിപ്പിക്കുക. ഞാനൊരു ഇത്ര കൃത്യമായിട്ട് വോൾട്ടേജ് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവൻ ഓഫ് ചെയ്തില്ല. പിന്നെ ഞാൻ ഇവരുടെ എൻ്റെ കൂടെ പഠിച്ചവരാണ്, ഇവരുടെ ടോപ്പ് എഞ്ചിനീയർ. അവനെ ഇതിന് വിളിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വിളിക്കാതെ അവനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് സംഭവം, ഞാനിപ്പോ ഓഫ് ചെയ്തേക്കാന്ന്. അന്നേരം ഓഫ് ചെയ്തു. ഇതിവിടെ ഈ ഇൻവെർട്ടറെ നോക്കിയപ്പോ ഇത്ര ഈ ഫ്രിഡ്ജിന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. അതായത് സംശയം വന്നപ്പോ ഇൻവെർട്ടറെ അതെ എപ്പോഴും വരും, ഇടയ്ക്ക് എപ്പോഴും വരും. വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളൂടെ വിളിച്ചായിരുന്നു. വോൾട്ടേജ് കൂടുമ്പോൾ സ്ഥിരം പറഞ്ഞ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള നിങ്ങൾ ചാകാതിരിക്കും. പിറ്റേ ദിവസം അത് റെഡിയാക്കി. അത് ഇലവന്റെ ഫ്രിഡ്ജ് കത്തിപ്പോകുന്ന ഒരെണ്ണം കത്തിക്കഴിഞ്ഞാൽ ഒരെണ്ണത്തെ കൈ വോൾട്ടേജ്, ഒരെണ്ണത്തെ നോർമൽ വോൾട്ടേജ്, ഒരെണ്ണത്തെ ലോ വോൾട്ടേജ്. അത് എന്നാന്ന് പോലും ഇവന്മാർക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങളവിടെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ട്രാൻസ്ഫോമർ എല്ലാം വന്ന് നോക്കിയിട്ട് എന്നോട് പറയാം, ഇവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല, ലോ വോൾട്ടേജ് ഈ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ തന്നെയാണോ നിങ്ങൾ വീടിരിക്കുന്നത് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ വണ്ടിയെ പോയി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, ശരിയായെന്ന് ചോദിച്ചു. ശരിയായില്ല, ഇവിടെ കുഴപ്പമൊന്നും കാണാം. ഞങ്ങൾ വോൾട്ടേജ് കുറവാണ്, വോൾട്ടേജ് കുറവാ എന്ന് പറഞ്ഞു. നോക്കെ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെ ഇതിനെ ഫ്രിഡ്ജ് കത്തില്ല, അതൊന്നും പോയി മാറിയാൽ മതി. ഞാൻ കൂളായിട്ട് പറഞ്ഞു. പിന്നെ പോയി മാറ്റി. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയപ്പോ എന്നെ വന്നായിരിക്കുള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിരുന്നു. ഈ സോളാർ വെച്ചിട്ട് ഓൺലൈൻ ഓൺ ഗ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ? പുതിയ കാൽക്കുലേഷൻ വരുന്നൊക്കെ എന്നാ പുതിയ നമ്മൾ ഓഫീസിൽ എത്ര കെവിയുടെ? ഒരെണ്ണം 5, ഒരെണ്ണം 3. എത്ര 8 ആങ്കിളിന് വീട്ടില് 3, 1, 5 അങ്ങനെ വെച്ചിട്ട്. അപ്പൊ ശരിക്കും തന്നത് കൊണ്ടുകൊണ്ടാണോ എഴുതുന്നതാണോ? എല്ലാവർക്കും ഇന്നിപ്പോ കയറും, അതേ ഉള്ളൂ. ഇന്നിവിടെ കയറും. ഒത്തിരി താമസിച്ചാലേ കൊണ്ടുവരികയാണ്. ഇന്നലെ ഞങ്ങള് ഇന്നലെ ഞങ്ങളെ സർവീസ് സെന്ററിൽ ഇറങ്ങിയപ്പോ 10 മണിയായി. 10 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു കസ്റ്റമറെ ഒരു ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു TV, അവര് പുതിയ TV, അവര് പഴയ TV ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പിടിപ്പിച്ചോളാന്നൊക്കെ പറഞ്ഞ് പുള്ളി പുതിയ TV എടുത്തോണ്ട് പോയി. കാരണം സ്കാനിൽ ഊരി പിടിപ്പിച്ചാൽ മതി, പഴയ ഇതുപോലെ ഫിറ്റിംഗ് ഉള്ള. പക്ഷെ ഫിറ്റിംഗ് എല്ലാം പുള്ളി ചെയ്തു. പക്ഷെ പുള്ളിക്ക് അവസാനം വന്നപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല, ബോംബെത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളൊരു 10 മണി കഴിഞ്ഞ് കട അടച്ചേച്ച് പുള്ളിയുടെ വീട്ടിൽ പോയി അതെല്ലാം കണക്ട് ചെയ്ത് കൊടുത്തേച്ചാണ് ഞങ്ങൾ കൊന്നൂന്നൊരു കടയുണ്ട്, മറ്റേ കൊക്കൂണെന്ന് പറഞ്ഞൊരു കട. അപ്പൊ 12 മണി വരെ ഫുഡ് കിട്ടും, രാത്രി 12 മണി വരെ. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കൊന്നും. പിള്ളേരൊക്കെ രാജ്യം വിട്ട് അമേരിക്കയിൽ പോയി. എല്ലാരും അമേരിക്കയിൽ പോയി. ആർക്കും നമ്മുടെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. മേശ മാറ്റണം, മേശ കൈ നിൽക്കുവോ? സൊഞ്ചാനൊന്നും ചെല്ലാൻ പറ്റായിരുന്നു. മറിയല്ല ചെല്ലേ ചെല്ലേ.
ആ ഇപ്പൊ ഇവിടെയായിരുന്നു. സ്വിച്ച് വെക്കുന്നതാണോ പറ്റില്ല? ഏത് സ്വിച്ചാണ്? ഇല്ല, ഇവിടെ നീളത്തെ കാര്യമാണ്. അല്ലേ? താഴോട്ട് ഇടുമ്പോഴത്തേക്ക് തെളി വരുമ്പോഴത്തേക്ക് ആ സൈഡ് ലോക്ക് വരുത്തില്ല. ഇപ്പൊ ആയിട്ടുണ്ട്. ഈ ജനല് തുറക്കുന്നൊന്നും അല്ലല്ലോ. ഓരോ സ്റ്റെബിലൈസറും കൂടെ ഒരാളെ ടേബിൾ ഇടുന്നുണ്ടോ? അതെ, ഈ ടേബിളാണ്. ഈ സ്റ്റാൻഡൊക്കെ സാധനം തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി. അതെ അതെ, അന്നത് പറ്റുള്ളൂ. പിറ്റേത് അടിക്കാനൊരു മടി. അത് വീട് വളർന്ന സമയത്തെ വയറിട്ടാണ് അന്ന് ഇതൊന്നും ഓർത്തില്ല. ഞാൻ അതിനായിട്ട് നമ്മളെ ഈ ഫീൽഡായതുകൊണ്ട് അന്നേരെ വരച്ചുമാരെ കൊണ്ട് വയറും ഇല്ല. അന്ന് ഇത് ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കാനൊന്നും പ്ലാനില്ല. അതൊന്നും തേപ്പിക്കൊന്നുമില്ല, അല്ലാതെ ഭിത്തി തേക്കൊന്നും ഇല്ലായിരുന്നു. അതിന്റെ പണി ആവശ്യമില്ലായിരുന്നു. അല്ലാതെ വേണ്ടായിരുന്നു, മറ്റേത് ചെയ്യായിരുന്നു. അക്കോസ്റ്റിക് ചെയ്യാറ്. ഇപ്പം ഇതിങ്ങനെയൊക്കെ തന്നെ. എക്കോ വരികയല്ല. ആ ടേബിൾ ഇടുന്നുണ്ടോ? ചിലപ്പോൾ അടി പോവായിരിക്കും. എന്നാ പിന്നെ വലിയ വെക്കേണ്ട കാര്യമില്ല. അടിയിലോട്ട് ആ ടേബിൾ എത്തുന്നോ? അതാണ് ഈ ടി വി ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്ത് ഇറങ്ങിയതുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. മാർക്ക് 2 ആണ്. S25 മാർക്ക് 2. അപ്പോൾ ഈ ടി വി കോട്ടയം ജില്ലയിലെ ആ ഫസ്റ്റ് ടി വി ആണെന്ന് എനിക്ക് മനസ്സിലായി. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ടി വിയാണ്. കേരളത്തിൽ ആദ്യമാണോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ചിലപ്പോൾ കൊടുത്തിട്ട് കാണുമായിരിക്കും. പക്ഷേ കോട്ടയം ജില്ലയിൽ ഈ 65 ഇഞ്ച് ഈ പുതിയ മോഡൽ വേറെ ഒരിടത്തും വിറ്റിട്ടില്ല. ആദ്യമായിട്ടാണ് വിൽക്കുന്നത്. നല്ലൊരു ടി വിയാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ബ്രാൻഡഡ് ടി വികൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സോണിയുടെ ടി വിയോളം ക്വാളിറ്റി ഉള്ള ഒരു ടി വി വേറെ ഒരു ബ്രാൻഡിനും ഇല്ല. പിന്നെ സോണി ഒരു ജാപ്പനീസ് ബ്രാൻഡാണല്ലോ. ജപ്പാൻ ബ്രാൻഡ് ആയതുകൊണ്ട് എന്നും അവരുടെ തറവാടിത്തം അവർ കാണിക്കും, അവരുടെ ഓൾ പ്രോഡക്ട്സ്. പിന്നെ ഈ കസ്റ്റമറുടെ വീട്ടിൽ ഞാൻ നോക്കി മൊത്തം ഒരു സോണി മയമാണ്. സോണിയുടെ ഹോം തിയേറ്റർ, സോണിയുടെ AVR, സോണിയുടെ ടേപ്പ് റെക്കോർഡർ, സോണിയുടെ വേറെ ഇത് കൂടാതെ 2 ടി വിയും കൂടി ആ വീട്ടിൽ ഞാൻ കണ്ടു. സോണിയുടെ പഴയ LCD കണ്ടു ഞാൻ. അത് ഞാൻ എല്ലാം വർക്കിംഗ് ആണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ ഒരു സോണി ഫാനായിട്ടുള്ള ഒരു സാറാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഇപ്പോൾ ഈ സോണി വാങ്ങുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം ഒരു പ്രീമിയം സാധനം വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് സോണി വാങ്ങുന്നത്. സെക്കൻഡായിട്ട് നമുക്ക് വേറെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്, കൊറിയൻ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. എന്നാണേലും ജാപ്പനീസ് ബ്രാൻഡിൻ്റെ ഒരു പ്രൗഢിയും ഒരു തറവാടിത്വവും വേറെ ഒരു ബ്രാൻഡിനും കിട്ടത്തില്ല, ഒരു ക്വാളിറ്റിയും കിട്ടത്തില്ല. നമുക്കറിയാമല്ലോ, ലോകത്തിൽ മുഴുവൻ അത് തെളിയിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ സെറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ പാക്കിങ് മാത്രം കണ്ടാൽ മതി. ഇത്രയും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഒറ്റ ടി വി എങ്കിലും ഇന്ന് ഇന്ത്യ വിൽക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ടി വി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ എപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള പ്രാദേശികമായ കടകളിൽ നിന്ന് തന്നെ വാങ്ങുക. ഓൺലൈനിൽ വാങ്ങുന്ന ടി വികൾ മോഡൽ വ്യത്യാസമുണ്ട്. അത് ഒരു ചെറിയ മാറ്റങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓൺലൈനിൽ മത്സരമായതുകൊണ്ട് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സൊക്കെ വെട്ടിക്കുറച്ചാണ് വില കുറയ്ക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു അക്ഷരമൊക്കെ മാറ്റം കാണുകയുള്ളൂ. അപ്പം നോക്കുമ്പോൾ മോഡൽ നമ്പരൊക്കെ സെയിം, ആ ഓൺലൈനിൽ വിലക്കുറവാണെന്ന് തോന്നും. പക്ഷേ സെറ്റ് മാറ്റമുണ്ട്. എപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സെറ്റിനാണ് ഡ്യൂറബിലിറ്റി, ലൈഫ്. അതിന്റെ ആ സൈഡിലത്തെ സ്റ്റിക്കറുകൾ വെച്ചാൽ കേട്ടോ, അതൊരു ഭംഗിയല്ലേ? അതല്ല, അത് കളഞ്ഞാലും കുഴപ്പമില്ല. ഇതിന്റെ ആ പുതിയ മോഡലിന്റെ സ്റ്റിക്കർ ഇത് മോഡൽ സ്റ്റിക്കർ ഉണ്ടുണ്ട്, ഇതാ പോന്നിട്ടുണ്ട്. അതെല്ലാം മോഡൽ സ്റ്റിക്കർ ഇതാണ്
അത് സൈഡിൽ കുറച്ച് പുറത്തേക്ക് ഒരു അത് ആ അതാ മുളക് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അല്ല അതോ ഇവിടുത്തെ അല്ലേ? ആ അത് വേറെ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഓർഡർ നമ്പർ ഇല്ലേ? പണ്ടത്തെ പോലെ തന്നെ. ആ ഒരു ഭയങ്കര വീതിയാണ്. അത് ഇത്രയും ഭാഗം ഇഷ്ടമാകും. Bravia S25 M2. നേരത്തെ 25 ഉണ്ടായിരുന്നു. New. Sony Pictures Pro S1. ഇതിൽ എല്ലാത്തിലും നേരത്തെ സോണിക്ക് ഉണ്ട്. Free അല്ലേ? ഇങ്ങനെ അതങ്ങോട്ട് ഇപ്പോൾ ഒരു ബ്ലോഗുണ്ട്. അതിന്റെ പോയിന്റ് കൂട്ടാൻ ഒരു വഴിയും കണ്ടിട്ടില്ല. അല്ല നമുക്ക് ഫ്രീ ആയിട്ട് കാണാമല്ലോ. കുറച്ച് പോയിന്റേ ഉള്ളൂ. പോയിന്റ് തീർന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ അങ്ങനെ പണ്ട് ടാറ്റ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണാൻ തന്നോളൂ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ പൈസ അടക്കണം. മറ്റേ മൊബൈൽ ഈ വണ്ടിക്ക് മൊബൈൽ ആപ്പ് ഉണ്ടാകും. മൊബൈലിൽ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാം, വണ്ടി ഓൺ ആക്കി ഇടാം. സാറ്റലൈറ്റ് വഴി അത് ശരി. ഇപ്പൊ നമ്മുടെ വണ്ടി വരുന്ന കൺട്രോൾ പോയാലും നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഓഫ് ചെയ്യും. പിന്നെ വണ്ടി ചാർജിങ് കിട്ടാൻ എത്ര ശതമാനം ചാർജ് ആയി എല്ലാം കാണാമല്ലോ. ഇപ്പൊ അതിന്റെ പോയി. അതിന് 3500 രൂപ മാസം അടക്കണം. അത് ശരി. ഏതോ വണ്ടിയുടെ ഒരു വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തണം. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തില്ല. ഒലയുടെ സ്കൂട്ടറിന്റെ സ്കൂട്ടർ ഓല ഉണ്ടോ? വണ്ടിക്ക് വില കുറവാ. പക്ഷെ വർഷം ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷന് കാശ് കൊടുക്കണം. ഓ അങ്ങനെയുണ്ടോ? ഇല്ലേ വണ്ടി നിന്നു. ഓ കമ്പനികളുടെ പരിപാടിയെല്ലാം അങ്ങനെയാണ്. ഓല ഓല ഓടിക്കാൻ നല്ല സുഖല്ലേ? കുഞ്ഞു വണ്ടിയാണ്. ആ പുതിയ വണ്ടി വരില്ല. അതെ. പണ്ടത്തെ ആദ്യം ഇറങ്ങിയ വണ്ടി ചെറുതായി. ആ തീരെ ചെറുതായി. പുതിയ വണ്ടി ഇപ്പൊ നല്ല കൂത്ത വണ്ടി. ഇപ്പൊ കമ്പനികളൊക്കെ സാധനം വില കുറച്ച് കൊടുത്തിട്ട് ബാക്കി സർവീസിനുള്ള കാശ് വാങ്ങിക്കും. അന്നോട്ട് നമ്മുടെ അടിമ അല്ല അവരുടെ അടിമയല്ലേ. അത് ടൊയോട്ടയുടെ തീയതി. ടൊയോട്ട വണ്ടിക്ക് വില കുറച്ച് കൊടുത്ത് സർവീസ് വലിയ പോലെയൊന്നുമില്ല, എന്നാലും നീറ്റായിട്ട് സർവീസ് തരുന്നുണ്ട്. ഇതിപ്പോ ഈ കോമ്പൗണ്ടിലോട്ട് കണക്ട് ചെയ്യാൻ പോലെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. കോമ്പൗണ്ടിലോട്ട് തന്നെ കണക്ട് ചെയ്യാം. ആ കോമ്പൗണ്ടിലോട്ട് ബ്ലൂടൂത്ത് ഒപ്റ്റിക്കലായിരിക്കും ഏറ്റവും നല്ല. ഒപ്റ്റിക്കൽ കോഡുണ്ടോ? എയർസിക്ക് അനുഭവം പോലെ വരൂ. ഒപ്റ്റിക്കലിന് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, നല്ല സുഖം. ഈ ഒപ്റ്റിക്കൽ ഇന്നുണ്ടോ ടിവിയുടെ ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ട്. ടിവിയുടെ ഒപ്റ്റിക്കൽ ഔട്ട് എടുത്തിട്ട് നമ്മളെ കോമ്പയറിന്റെ ഒപ്റ്റിക്കൽ ഇനി കൊടുത്താൽ മതി. ഭയങ്കര വ്യത്യാസം. ബ്ലൂടൂത്ത് ഉള്ള സ്ഥിതിക്ക് ഇതൊന്നും വേണ്ടല്ലോ. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ ടിവിക്ക് ബ്ലൂടൂത്ത് ഉള്ള വയറൊന്നും വേണ്ട. ബ്ലൂടൂത്ത് ഉള്ളത് വൈഫൈ കണക്ഷൻ നടത്താം. വൈഫൈ പാസ്വേഡ് ഒക്കെ ഇതിന് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് ലാൻഡ് നെറ്റ്വർക്ക്. പാസ്വേഡ് പിന്നെ
താഴെ ഇരിക്കുന്ന ടി വി മേടിച്ച് കൊണ്ടും അമ്മ നോക്കിക്കൊണ്ട് വെർട്ടിക്കൽ ലെൻസ് ആദ്യം അത് മാറ്റി അങ്ങനെ മാറ്റി പുതിയ വന്നപ്പോ അപ്പോൾ ചെയ്ത് നന്ദലൊക്കെ ഇത് നനഞ്ഞ തുണി വെച്ച് തുടക്കല്ലോ രാജിലോട്ട വെള്ളം അത് വെച്ചിട്ടുണ്ട് എഴുതി വെക്കുന്ന തുടക്കുന്ന കാര്യമല്ലോ നനയാതെ കുറച്ചാൽ മതി അല്ലെങ്കിൽ ചെറുതായിട്ട് നനയ്ക്കാം വെള്ളം ഒഴുകരുത് ഒഴുകി ഒരു തുള്ളി വെള്ളം പോലും ഈ ഇങ്ങോട്ടാണ് കാശം മുഴുവൻ കണക്ഷൻ. പണ്ടത്തെ ടിവിയിലെല്ലാം കണക്ഷൻ മണ്ടയിലായിരുന്നു. നനഞ്ഞ തുണിയുടെ ഈർപ്പം പോലും ഇറങ്ങരുത്. ഇപ്പൊ ഫ്രീ അല്ല, ഞാനൊരു കസ്റ്റമറുടെ അടുത്ത ഒരു മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, ഈ രാത്രി ആയി കഴിഞ്ഞാൽ ഈ വേറെ രാജ്യങ്ങളിൽ നിന്നാണ് വിളിക്കാം. അമേരിക്കന്നും അവിടുന്ന് എല്ലാത്തിനും പ്രായമുള്ള സബ്സ്ക്രൈബേഴ്സും ഒരല്പം അല്ലേ ആ മേശയുടെ അങ്ങോട്ട് ഇച്ചിരി പൊടിക്ക മേശയുടെ അങ്ങോട്ട് ഇച്ചിരി അങ്ങനെ അല്ലല്ല മേശയുടെ അങ്ങോട്ട് ഒരു പൊടിക്കുന്ന എല്ലായിടയ്ക്ക് ശരിയുണ്ടോ? അവിടെ എല്ലാവരും ഒരു കടലാസ് കഷ്ണം മടക്കി അതിന്റെ അടിയിൽ വെച്ച് അറിയത്തൊന്നുമില്ല, ഇപ്പൊ ചോദിച്ചോണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയും വലിയ ടി വി അല്ലേ, അതിനൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇവര് ഭിത്തി പണിതപ്പം തന്നെ അതിനൊരു തെരുവുണ്ടെങ്കിൽ തീർന്നു. ടേപ്പ് അങ്ങനെ വരുമ്പോ ഈ ടി വി ഭിത്തി ചെയ്യുമ്പോ അത് വരും. എന്നാ പിന്നെ സാരമില്ല. വാട്ടർ ലെവലിൽ നമ്മൾ വിശ്വസിക്കുക, അല്ല പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല. തിരിച്ചറിയാനൊന്നും ഇല്ലെന്നേ. ഇതിപ്പോ 8K ആണോ ഇട്ടിരിക്കുന്നത് 4K ആണോ? 4K ആണ്. നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. വരുന്ന ക്വാളിറ്റി ഇതൊക്കെ പണ്ട് തൊട്ട് കിടക്കുന്ന പോസ്റ്റാലിക്ക. ഇത് 8K സപ്പോർട്ടഡ് ആണോ ടി വി? 8K കാണും, എല്ലാം കാണാം. 4K ആണെന്നുള്ളൂ. 8K ഒക്കെ പോയോ? പറഞ്ഞോട്ടെ, പിള്ളേരാരെങ്കിലും ഉണ്ട് അവരെയും കൂടെ വിളിച്ചോ, നോക്കിയാല. ഇതിനകത്ത് പിക്ചറിന്റെ കുറച്ചുകൂടെ കളർ വ്യത്യാസം വരുത്തണമെങ്കിൽ വീട്ടിലേക്കൊക്കെ മാറ്റി എല്ലാ പിക്ചേഴ്സും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ അത് കൂടാതെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്തിന്റെ ഒക്കെ ഇതിൽ തന്നെയാണ്. ഇപ്പം ഹോം തിയേറ്ററൊക്കെ ഉണ്ട്, ബ്ലൂടൂത്ത് വഴി കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക്. ഇവിടെ ചിലപ്പോൾ ഒപ്റ്റിക്കൽ കേബിൾ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഓഡിയോ സിസ്റ്റം ആക്കിയേക്കണം, ഡയറക്റ്റ് ഓഡിയോ സിസ്റ്റം ആകത്തില്ല. ടിവിയുടെ സ്പീക്കറെ കിടക്കും, ടിവിയുടെ സ്പീക്കറിലും വർക്ക് ചെയ്യും, സൗണ്ട് സിസ്റ്റത്തിലും വർക്ക്. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഫീൽ ചെയ്യാം. ഈ ടിവിയുടെ സ്പീക്കർ ഒരു പൊട്ടത്തരം
അല്ല അത് ഓഡിയോ സിസ്റ്റം ഒന്നെങ്കിൽ അത് പഴയ രീതിയില്ല, അത് AR സെറ്റിംഗ് ആണ് HDMI കേബിൾ. ഒപ്റ്റിക്കൽ കേബിൾ മാത്രമേ ഉള്ളൂ. ഇതിലാണ് ഇവിടെ ഇൻപുട്ട്, ഇവിടെ സെറ്റ് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ആവശ്യമില്ല. നമ്മള് ഇത് അറിയില്ലോ മൂവി ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, ജിമെയിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഗൂഗിൾ ഡിവൈഡ് ആക്ടിവേറ്റ് ആകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ടുള്ള ജിമെയിൽ അപ്ഡേഷനൊക്കെ എന്തെങ്കിലും വരും. നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ അപ്ഡേഷനൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇതിനകത്ത് നമ്മുടെ ഫോണിന്റെ പോലെ തന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയി കിടക്കും അപ്ഡേഷൻ. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അപ്ഡേഷൻ ഇതുമായിട്ട് പ്രോസസ് ആകുള്ളൂ. അതിന്റെ അപ്ഡേഷൻ ഫോണിന്റെ പോലെ കേട്ടോ, വരെയൊന്നും വരുന്നില്ല അപ്ഡേഷൻ ചെയ്തൊക്കെ. ഇത് അപ്ഡേഷൻ ചെയ്യണം, കറക്റ്റായിട്ട് അപ്ഡേഷൻ ചെയ്യണം. അപ്ഡേഷൻ വരുമ്പോൾ ചെയ്തില്ലെങ്കിൽ ഇതിന് വരുന്ന നമ്മൾ കാണുമ്പോൾ ഹാങ് ഇഷ്യൂ ഉണ്ടാകാം, അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ബഗ് ഉണ്ടാകും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. ആ ഫോണിന്റെ ശരിക്കും ഫോണിന്റെ പേരിന്റെ സാധനം തന്നെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടാ. ഏത് ഫോൺ? ആ ഫോണൊന്നും നോക്കണ്ട, അതൊക്കെ വാറണ്ടി പീരീഡ്. ഇപ്പോഴത്തെ ഫോണൊക്കെ വീഴുന്നുണ്ട്. OnePlus, ഐഫോണ്, സാംസങ്ങിന്റെ എന്തോ പ്രീമിയം മോഡൽസ്. അവർക്ക് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ല. അപ്ഡേഷൻ കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നം ഉണ്ടാകും. ഐഫോണിൽ തന്നെ 13 തൊട്ട് തുടങ്ങുന്ന 13 ചൂടായി കഴിയുമ്പോ സാധനം അറിയാമല്ലോ. അപ്പൊ ആരുവിന്റെ കണക്ഷനോ എന്തോ പ്രശ്നം വരുന്നുണ്ട്. ചൂടായി എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ഫോണിന് പുതിയ അപ്ഡേഷൻ ഒന്നും താങ്ങാനുള്ള സംവിധാനം മാക്സിമം എന്നാ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ. അതായിരിക്കും സാറ് പറഞ്ഞ സത്യം. കഴുതാക്കൊണ്ട് ഓവർ ഐഡിയ അത് കൺട്രി മാറ്റിക്ക്, കൺട്രി ഇന്ത്യ ആക്കി. കഴിഞ്ഞുപോയി അന്ന മുകളില് നമ്പർ പറഞ്ഞാൽ അവിടെ ഒരു നമ്പർ വന്നു 82 അടുക്കുള്ളൂ. അല്ല മെയിലിന്റെ റിക്വസ്റ്റ് മെയിലിനകത്ത് ആ മെയില് ഓപ്പൺ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണം. 61 വന്നു. ഞാൻ 61 അടിച്ചു കൊടുത്തോ. സമയം കഴിഞ്ഞോണ്ടായി 61 അടിച്ചു കൊടുത്തു. ഞാൻ കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ വന്നു. അല്ലല്ല അത് നേരിട്ട് മെയിൽ വന്നിട്ടുണ്ട്. ഇമെയിൽ തന്നെ
ഇവിടെ വന്നിട്ടുള്ളത് Lenovo. Igo. സെറ്റ് കൊടുക്കാണ്. അത് അപ്ലോഡാണ്. ഒരു പേര് അപ്പോൾ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അത് ഗൂഗിൾ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻ നടക്കുകയാണ്. അത് കുറച്ച് നേരം എടുക്കും. അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റ് ഓണാവും. ഓണായതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ കാണിച്ചു തരാം. IPS പാനൽ പോലത്തെ നല്ല കൂടിയ പാനൽ തന്നെയാണ്. ഞാനത് ടച്ച് ചെയ്ത് നോക്കി. തീരെ ലിക്വിഡൊന്നും വരുന്നില്ല. എല്ലാ ആംഗിളിൽ നിന്നും നല്ലതാണ്. വളരെ സ്ലിമ്മാണ് സെറ്റ്. നന്നായിട്ടുണ്ട്. ഓഡിയോയും നല്ലതാണ്. എല്ലാ ബ്ലൂടൂത്തും HDMI ARCയും ഒപ്റ്റിക്കൽ ഔട്ടും എന്ന് വേണ്ട എല്ലാ സകല ഔട്ടുകളും ഉണ്ട്. വളരെ നല്ലൊരു TV ആണ്. അതിൻ്റെ വാറണ്ടി പേപ്പറും ബില്ലും നമ്മൾ എവിടുന്ന് വാങ്ങിയാലും മസ്റ്റായിട്ട് വാങ്ങി സൂക്ഷിക്കുക. നമുക്ക് വാറണ്ടി പീരീഡിൽ കംപ്ലൈൻറ്റ് വന്നാലും പിന്നീടാണെങ്കിലും വാറണ്ടി പേപ്പറും ബില്ലും ഉള്ളത് നല്ലതാണ് നമ്മുടെ സർവീസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സോണിയുടെ TV മേടിക്കുന്ന ആൾക്കാർ എപ്പോഴും വിചാരിക്കുക നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല TV ആണ് വാങ്ങിയിരിക്കുന്നതെന്ന്.
OTT പ്ലാറ്റ്ഫോം ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ സൈൻ ചെയ്യാനായിട്ട് QR കോഡ് കാണിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് ഫോണിന്റെ ക്യാമറയിൽ സ്കാൻ ചെയ്യും. സോണി ജിൻസി പറഞ്ഞാ പോരെ മോനെ, വോയിസ് കോൾ ഉള്ളതല്ലേ? സോണി ജിൻസി. ജിൻസി. മിസ്സല്ല, സോണി ജിൻസിയ. സോണി ജിൻസി അവിടെ താഴെ കിടക്കുന്നു. 50-1 ഇത് പ്രസ് ചെയ്ത് വോയിസ് സിസ്റ്റം ആടുണ്ടാവും പ്രീമിയം കാശ് കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് ആശയമുണ്ട്, ഞങ്ങൾക്ക് ആശയമുണ്ട്. ഇതാണ് ഈ പരസ്യം ഇട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഡെയിലി 7 മണിക്ക് വെളുപ്പിനെ 7 മണിക്ക് പൈസ കൊടുക്കണം എല്ലാ ദിവസവും. ഓക്കെ അത് കൺവേർട്ട് ചെയ്ത് അക്കൗണ്ടിൽ വന്നു. ഓക്കെ ബാക്കി എന്താ റേഞ്ച് എന്ന് പറഞ്ഞ് നല്ല ഷോ നേരെ നമ്മുടെ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നതാണോ? ഇതെല്ലാം സ്പീക്കർ ഞാനിപ്പോ ഊരി വെച്ചതാണ്. ഡേവിഡ് പ്ലാനെല്ലാം ഒരു വെച്ചിരിക്കും. അപ്പൊ സാറ് കുട്ടികളുടെ ചെയ്തിട്ടുണ്ട്. ഇത് ARC കുട്ടിയാണ്. അങ്ങനെ ഇല്ലായിരിക്കും. ഇതുപോലത്തെ ഇതിലുണ്ട് ഈ ഭാഷയോടെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വർക്കിംഗ് അല്ലേ? ഇത് കേടാകാത്ത ഒരു ടിവിയാണ്. ഇതിന് ഒരു കംപ്ലൈന്റ് ഇല്ല. ഇതിന്റെ TV 26 ആ 26 PS 320 ഞമ്മല്ല 320 ആണ്. ഇത് ഒറ്റ ഒന്നും ഒരു മാറ്റം വരും. എനിക്ക് എന്തായാലും വിട്ടിട്ടുള്ളതെന്നറിയാം. അത് ഉറക്കത്തിൽ കണ്ടാലും അറിയാം. ഇതും സോണിയല്ലേ? അതൊക്കെ നാൽപ്പതോ 40 40 ഇഞ്ചല്ലേ?